ചെറുകഥ വീണ്ടും വസന്തം. രചന തോമസ് കാവാലം. വായന അശ്വതി മനോജ്. ആ നാടും നാട്ടുകാരും ചുട്ടുപൊള്ളുന്ന വേനലിൽ വെന്തുരുകയായിരുന്നു. മഴയെ പ്രതീക്ഷിച്ചിരുന്നവർ ആകെ ആശങ്കയിലായിരുന്നു. വൃക്ഷങ്ങളും ജീവജാലങ്ങളും മഴയ്ക്ക് വേണ്ടി കാത്തിരുന്നു. അന്ന് പണിസ്ഥലത്തിരുന്ന് പണി തുടങ്ങിയ ആദികാലിന്റെ മുമ്പിലേക്ക് ഒരു പെൺകുട്ടി വന്നത് ഒരു പെൺകുട്ടിയായിരുന്നു. കാലിലെ ചെരുപ്പ് നൂരിത്തരുമോ? അയാൾ വളരെ ഭവ്യതയോടെ ആ പെൺകുട്ടിയുടെ കാലിലേക്ക് നോക്കി ചോദിച്ചു. അയാൾ ഒരു ചെരുപ്പ് കുത്തിയായിരുന്നു. ധാരാളം കാലുകളും ചെരുപ്പുകളും കണ്ടിട്ടുള്ള ഒരു ചെരുപ്പ് കുത്തി. സാധാരണ അയാൾ കാണുന്ന പെൺകുട്ടിയുടെ കാലുകൾ പോലെ ആയിരുന്നില്ല അവളുടെ കാലുകളും ചെരുപ്പും. വളരെ സുന്ദരമായ കാലുകളും അതിലും ചേർന്ന സുന്ദരമായ ചെരുപ്പുകളും കണ്ട് പരിചയിച്ച അയാൾക്ക് ആ ചെരുപ്പുകൾ കണ്ടപ്പോൾ അതിശയം തോന്നി. തേഞ്ഞതും പൊട്ടിപ്പറഞ്ഞതുമായ ചെരുപ്പുകളും കാലുകളും ചെരുപ്പുകളും കണ്ട് ആളുകളെ മനസ്സിലാക്കാൻ അയാൾ വളരെ വിദഗ്ധനായിരുന്നു. തീർച്ചയായും ഇയാൾ ഒരു കോളേജ് വിദ്യാർത്ഥിനിയല്ല. അയാളുടെ മനസ്സ് മന്ത്രിച്ചു. ചോദ്യം കേട്ടത് അവൾ ചെരുപ്പിന്റെ പിന്നിലെ സ്ട്രാപ്പൂരി ചെരുപ്പ് അയാളുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തു. എന്ത് പറ്റി? എന്താണ് ചെയ്യേണ്ടത്? അയാൾ കണ്ണുകൾ ഉയർത്താതെ കാലിലേക്ക് തന്നെ ദൃഷ്ടികൾ പതിപ്പിച്ചു. വലത് കാലിന്റെ ചെരുപ്പിന്റെ സോൾ വിട്ടിരിക്കുകയാണ്, അതൊന്ന് ഒട്ടിക്കണം. പിന്നെ അയാൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ അയാൾക്ക് കാര്യം മനസ്സിലായി. അത്രയധികം പണിയുണ്ടായിരുന്നു ചെരുപ്പുകളിൽ. പെട്ടെന്ന് അവളുടെ വലത്തെ കാൽപ്പത്തിലെ കറുത്ത പാടുകൾ അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു നിമിഷം അയാൾ അത്ഭുതപ്പെട്ടു. കണ്ണുകൾ ഉയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, പൂജ. വർഷങ്ങൾക്ക് മുമ്പ് അയാളുടെ ഭാര്യ സൗഭാഗ്യ അടുക്കളയിൽ കഞ്ഞി വാർക്കുമ്പോൾ അടുത്തു നിന്ന് 3 വയസ്സുള്ള കുഞ്ഞിന്റെ കാലിലേക്ക് ചൂടുള്ള കഞ്ഞിവെള്ളം വീണു പൊള്ളിയ സംഭവം അയാളുടെ മനസ്സിലേക്ക് കടന്നു. അതെ, ഇവൾ തന്റെ കുഞ്ഞ് പൂജ തന്നെ, അയാളുടെ മനസ്സ് പറഞ്ഞു. ഏതൊരച്ഛനാണ് തന്റെ കുഞ്ഞിനെ മനസ്സിലാകാതിരിക്കുക? അടുത്ത നിമിഷം അയാൾ ചാടി എഴുന്നേറ്റു. ഒരിക്കലും പെൺകുട്ടികളുടെ മുഖത്തേക്ക് നോക്കിയിട്ടില്ലാത്ത അയാൾ ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് സൂക്ഷ്മമായി നോക്കിക്കൊണ്ട് ചോദിച്ചു, പൂജയല്ലേ? പൂജ? എന്റെ മോൾ പൂജ? ഞാൻ ആരുടെയും പൂജയല്ല, ഞാൻ മരിയയാണ്, മരിയ. നിശ്ചയദാർഢ്യം നിറഞ്ഞ സ്വരത്തിൽ അവൾ അത് പറയുമ്പോഴും അവൾ ഒരു വശം ചെരിഞ്ഞെന്ന് അയാളുടെ മുഖത്തെ ഭാവങ്ങൾ നോക്കിക്കാണുകയായിരുന്നു. അയാളുടെ കഴിഞ്ഞകാല ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങൾ ഒന്നൊന്ന് അയാളുടെ മുന്നിലൂടെ ഒരു സിനിമയിൽ എന്ന പോലെ കടന്നുപോയി. പട്ടണത്തിന് പുറത്ത് വർഷങ്ങൾക്ക് മുമ്പ് അനുവദിച്ചു കിട്ടിയ 1 ലക്ഷം വീട് കോളനിയിലായിരുന്നു ആദ്യകാൽ താമസിച്ചിരുന്നത്. അയാൾക്ക് ഓർമ്മ വെക്കുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ നിന്നും കുടിയേറിയ ഒരു ചെരുപ്പ് കുത്തിയായിരുന്നു അയാളുടെ അച്ഛൻ. പിന്നീട് എങ്ങനെയോ അയാൾക്ക് അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ടു. അനാഥനായി. അയാൾക്ക് പ്രായപൂർത്തിയായപ്പോൾ ഒരു നാട്ടുകാരി പെണ്ണിനെ അയാൾ വിവാഹം ചെയ്തു. അയാൾ അവിടെ താമസിക്കേണ്ടവരുടെ കൂടെ അയാളുടെ ഭാര്യയും ഒരു മകളും ഉണ്ടായിരുന്നു. അന്ന് മകൾക്ക് 3 വയസ്സായിരുന്നു. ആ കുഞ്ഞു കുടുംബം സന്തോഷത്തോടെ കഴിഞ്ഞു വന്നു. ചെരുപ്പ് തുന്നലിൽ അയാൾ വിദഗ്ധനായിരുന്നു. ആ ഗ്രാമത്തിൽ നിന്നും എന്നും രാവിലെ അയാൾ പെട്ടെന്നിറെ പണിയായുധങ്ങളുമായി പട്ടണത്തിലേക്ക് പോകും. പട്ടണത്തിലെ ഒരു വനിതാ കോളേജിന്റെ വാതിക്കലായിരുന്നു അയാൾ സ്ഥിരമായി ചെരുപ്പുകൾ തുന്നിയിരുന്നത്. ആ സ്ഥലം അയാൾക്ക് വളരെ ഇഷ്ടമായിരുന്നു. അതിന് പ്രധാന കാരണം പെൺകുട്ടികൾ അയാളോട് വളരെ മാന്യമായി പെരുമാറിയിരുന്നു എന്നതാണ്. ചില പെൺകുട്ടികൾ അവർ കൊണ്ടുവരുന്ന ഉച്ചഭക്ഷണം അയാൾക്ക് നൽകുകയും ചെയ്തു. ഒരു മടിയും കൂടാതെ അയാൾ അത് വാങ്ങുകയും ഭക്ഷിക്കുകയും ചെയ്തു പോന്നു. ഓരോ തുന്നലിനും അയാൾക്ക് 10 മുതൽ 20 രൂപ വരെയാണ് കിട്ടിയിരുന്നത്. പക്ഷെ ചില പെൺകുട്ടികൾ 50-ന്റെയും 100-ന്റെയും ഒക്കെ നോട്ടുകൾ കൊടുത്ത് ബാക്കി വാങ്ങാതെ പോകുമായിരുന്നു. ആ ഭീകരവും ദുഃഖകരമായ ദിവസം അയാൾ ഇന്നത്തേതുപോലെ ഓർക്കുന്നു. അവരുടെ മകൾ പൂജയ്ക്ക് 7 വയസ്സുള്ളപ്പോൾ അടുത്തുള്ള സ്കൂളിൽ നിന്നും അമ്മ അവളെ വീട്ടിലെത്തി കൂട്ടിക്കൊണ്ടുവരുന്ന വഴിയിൽ അമ്മയുടെ പുറകെ അവൾ വരികയായിരുന്നു. അമ്മ കുറച്ചു മുൻപ് നടന്നുപോയി. മകൾ പുറകെ വരുന്നുണ്ടെന്ന് അവർ വിചാരിച്ചു. കുറച്ചു സമയം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ മകളെ കാണാനില്ല. അവർ തിരിഞ്ഞു നടന്നു. ആ പ്രദേശം ആകെ പരതി. പൂജയെ കണ്ടില്ല. മകളെ അന്വേഷിച്ച് കണ്ടെത്താതെ അവർ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. പക്ഷെ അവർക്കും അവളെ കണ്ടുപിടിക്കാനായില്ല. 1 വർഷക്കാലം ആ വേർപാടിന്റെ വേദനയിൽ പൂജയുടെ അമ്മ കഴിച്ചു കൂട്ടി. അധികം വൈകാതെ ആ വിരഹവേദനയിൽ ഈ അമ്മ ഇഹലോകവാസം വിടിഞ്ഞു. ആ ഇടയ്ക്കാണ് മരിയ പട്ടണത്തിലെ ലേഡീസ് ഹോസ്റ്റലിൽ ആയുടെ വേക്കൻസി ഉള്ളത്. അതിനനുസരിച്ച് ആ ജോലിയെക്കുറിച്ച് അന്വേഷിക്കാനും അപേക്ഷിക്കാനും വന്നപ്പോഴായിരുന്നു അവളുടെ ചെരുപ്പ് പൊട്ടിയതും ചെരുപ്പ് കുത്തിയുടെ അടുത്ത് യാദൃശ്ചികമായി വരാനിടയായതും. കോളേജിന്റെ വാതിക്കൽ ചെരുപ്പ് തുന്നിക്കാൻ വരുന്ന പെൺകുട്ടികളെ കാണുമ്പോൾ എല്ലാം അയാളുടെ മകളെ കുറിച്ച് ഓർക്കുമായിരുന്നു. ചെരുപ്പ് തുന്നി കിട്ടുന്ന പൈസ കൊണ്ട് അയാൾക്ക് അയാളുടെ മകളെ പഠിപ്പിക്കാനുള്ള തുക കണ്ടെത്താമായിരുന്നു.
പക്ഷെ വിധി വൈപരീത്യം എന്ന അയാൾക്ക് അയാളുടെ മകളെ നഷ്ടപ്പെടുകയായിരുന്നു. അതോർത്ത് ആളുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു. വർഷങ്ങൾ കടന്നുപോയി. ഏകാഗിയായി ജീവിച്ച അയാളുടെ ആരോഗ്യം ക്ഷയിച്ചു. ചെരുപ്പ് തിന്നാൻ കുനിഞ്ഞിരുന്ന അയാൾക്ക് വല്ലാത്തൊരു കൂനിയുമുണ്ടായി. ഇരുണ്ട നിറവും പരന്ന മൂക്കുമുള്ള അയാൾ സുന്ദരനായിരുന്നില്ല. എങ്കിലും അയാളുടെ ശാന്ത പ്രകൃതം എല്ലാവരെയും ആകർഷിച്ചിരുന്നു. ചെരുപ്പ് തിന്നിക്കാൻ വരുന്ന പെൺകുട്ടികളുടെ മുഖത്തേക്ക് വളരെ അപൂർവമായി അയാൾ നോക്കിയിരുന്നുള്ളൂ. അവരുടെ സുന്ദരമായ കാലുകൾ കണ്ട് അയാൾ സന്തോഷിച്ചിരുന്നു. അവരുടെ സുന്ദരമായ മുഖത്തേക്ക് നോക്കാൻ ധൈര്യം അയാൾക്കുണ്ടായിരുന്നില്ല. അവരുടെ ഇഷ്ടക്കേടിന് കാരണമാകുമോ എന്ന ഭയമായിരുന്നു അയാൾക്ക്. ചെരുപ്പ് കുത്തിയുടെ വാക്കുകൾ മരിയുടെ മനസ്സിനെ വിളിച്ചു. അയാളുടെ അസ്തിത്വത്തിൽ സംശയം ഉണ്ടായിരുന്നു. ചെരുപ്പ് കുത്തിയുടെ വാക്കുകൾ കൂടിയായപ്പോൾ അവൾക്ക് അയാളുടെ പൂർവ്വകാലം വീണ്ടും കിട്ടിയതുപോലെയായിരുന്നു. വെളിച്ചത്തിൽ ഭൂമി കാണപ്പെടുന്നത് പോലെ അവരുടെ ഭൂമി അയാളുടെ കൺമുമ്പിൽ തെളിയുകയായിരുന്നു. അന്ന് പൂജ റോഡിലൂടെ നടന്നു പോകുന്ന സമയത്താണ് മാർട്ടിനും ഭാര്യയും കാറിൽ അതുവഴി വന്നത്. പൂജയെ കണ്ടതും അവർക്ക് അവളിൽ ആഗ്രഹം ജനിച്ചു. ഉടനെ തന്നെ അവർ അവളെ കാറിൽ വലിച്ചു കയറ്റി ഓടിച്ചുപോയി. വിവാഹം കഴിഞ്ഞ് 15 വർഷങ്ങളായിട്ടും കുട്ടികളെല്ലാവരും ദമ്പതികളായിരുന്നു മാർട്ടിനും ഭാര്യയും. ബാംഗ്ലൂരിൽ ജോലി ചെയ്തിരുന്ന അവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നതിനെ തുടർന്ന് ചികിത്സയ്ക്കായി നാട്ടിൽ വന്നായിരുന്നു. പൂജയെ കയ്യിൽ കെട്ടിയത് നാട്ടിലെ ചികിത്സ മതിയാക്കി അവർ ബാംഗ്ലൂർക്ക് അന്ന് തന്നെ സ്ഥലം വിട്ടു. ബാംഗ്ലൂരിൽ കൊണ്ടുപോയി പൂജ അവർ മകളെ പോലെ 3 വർഷം വളർത്തി. 3-ാം വർഷം അവർക്കൊരു ആൺകുട്ടി ജനിച്ചു. അതോടുകൂടി മാർട്ടിന്റെ ഭാര്യയുടെ സ്വഭാവം പൂജയോടുള്ള പെരുമാറ്റവും മാറി. നഗരത്തിലെ ഏറ്റവും നല്ല സ്കൂളിൽ പഠിച്ചിരുന്ന പൂജയുടെ വിദ്യാഭ്യാസം അതോടെ മുടങ്ങി. മകൻ ജനിച്ച അന്ന് മുതൽ പൂജ വീട്ടിലെ വേലക്കാരിയായി മാറി. കുഞ്ഞിനെ നോക്കാനും വീട്ടിലെ ചെറിയ ചെറിയ പണികൾ ചെയ്യാനുമുള്ള ആവശ്യത്തിനായി പൂജ അവർ ഉപയോഗിച്ചു. മകൻ ജനിച്ചതോടെ മാർട്ടിനും ഭാര്യയും വീണ്ടും നാട്ടിലേക്ക് വന്നു. അപ്പോഴും മരിയ എന്ന പേര് നൽകി വളർത്തിയ പൂജ വളർന്നൊരു മുതിർന്ന പെൺകുട്ടിയായി കഴിഞ്ഞിരുന്നു. പക്ഷെ പറിച്ചു മാറ്റപ്പെട്ട വൃക്ഷം പോലെ വീണ്ടും പറിച്ചു വെച്ചുവരാണ് പൂജയ്ക്ക് അനുഭവപ്പെട്ടത്. മാർട്ടിന്റെ ഭാര്യ മരിയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. അവൾക്ക് പ്രായപൂർത്തിയായപ്പോൾ അവൾക്ക് ബാധ്യതയായി തീരുമോ എന്ന് പോലും അവർ ചിന്തിച്ചു. അവളെ അങ്ങനെ ഒഴിവാക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു. പിറ്റേന്ന് അവർ വീണ്ടും കോളേജ് പഠിക്കലെത്തി. അവിടെ ലേഡീസ് ഹോസ്റ്റലിൽ ജോലി അന്വേഷിച്ചു വന്നായിരുന്നു. ആ ദിവസം വന്നപ്പോൾ ഹോസ്റ്റൽ അധികാരി സിസ്റ്ററിനെ കാണാൻ അനുവദിച്ചില്ല. അന്ന് ഹോസ്റ്റൽ അധികാരി കന്യാസ്ത്രീ കൊണ്ട് ജോലി ഉറപ്പാക്കി. പുറത്തേക്ക് വരുമ്പോൾ സമയം ഇരുട്ടി തുടങ്ങിയിരുന്നു. അവിടെ തന്നെ ചെരുപ്പ് കുത്തി അപ്പോഴും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവൾ അയാളുടെ നേരെ അടുത്തേക്ക് എന്നിട്ട് അല്പം മാറിയെന്ന് വിളിച്ചു. അച്ഛാ. എന്റെ ചിറകും എന്റെ ആകാശവും അവളുടെ മനസ്സ് മന്ത്രിച്ചു. വിളി കേട്ടത് ആ വൃദ്ധൻ തലവൊക്കെ നോക്കി. അയാളുടെ കയ്യിലിരുന്ന പണിയായുധങ്ങൾ വലിച്ചെറിഞ്ഞാൽ അവളുടെ അടുത്തേക്ക് ഇരുന്നു. അവളെ കെട്ടിപ്പിടിച്ചു. ആ നെറ്റിയിൽ ചുംബന മുത്തങ്ങൾ അവൾ പകർന്നു. സ്വർഗം ഭൂമി ആ കാഴ്ച കൊണ്ട് കരഞ്ഞു ഉറങ്ങിച്ചു നിന്നുപോയി. അച്ഛന്റെ കണ്ണിൽ മറിഞ്ഞിരുന്ന കുഞ്ഞു നക്ഷത്രേത വീണ്ടും ദൃശ്യപ്പെട്ടിരിക്കുന്നു. അയാൾ അതിൽ പരം ഒരു ആഹ്ലാദിച്ച ഒരു ദിവസം ജീവിതത്തിലുണ്ടായിരുന്നില്ല. പണിയായുധങ്ങൾ അടങ്ങിയ പെട്ടിയുമായി വീട്ടിലേക്ക് നടക്കുമ്പോൾ അവൾ സാധനം അയാളുടെ പുറകെ നടന്നു. അയാളുടെ മനസ്സിൽ പുതിയൊരു പൂജ നടക്കുകയായിരുന്നു. നിർത്തിവെച്ചിരുന്ന പൂജ തുടർന്നതുപോലെ. പെട്ടെന്ന് മഴ ഞാറാൻ തുടങ്ങി. വീട്ടിലെത്തിയതിനു മുമ്പ് തല പെരുമഴയിൽ പെട്ടുമെന്ന് ഭയപ്പെട്ടെങ്കിലും അതിനുമ്പ് വീട്ടിലെത്തിച്ചേർന്നു. പിന്നെ പെയ്ത മഴയിൽ അവരുടെ എല്ലാ സങ്കടങ്ങളും ഒലിച്ചുപോയി. പുതിയൊരു വസന്തത്തിന് തുടക്കം പോലെ വൃക്ഷലതാദികളും ജീവികളും ആനന്ദലഹരിയിലായിരുന്നു.